ഒച്ചയിട്ടാൽ അച്ചട്ട തന്നെ മീറ്റർ വേണ്ട മിന്നായം വേണ്ട പിസിമാരെ ഫ്യൂസൂരല്ലേ പെട്രോൾ ബങ്കിൽ ക്യൂ നിൽക്കാറില്ല കൂകിപ്പായും പുഷ്ബെല്ലാണേ ഈ ബ്രേക്ക് പൊട്ടിയ നാട്ടിൽ വെല്ലൊളിഞ്ഞൊരു ലൈഫിൽ ഈ പട്ടണത്തിൽ പെട്ടുകുഴി ചുറ്റി വരും പെങ്ങളുമാർ കാങ്ങളയ കൂട്ടുവരാമേ കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലന്നോട്ടോ ഇത് കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലന്നോട്ടോ ഇത് നീയടാ നീയടാ ഹയ്യടാ ഹയ്യടാ നീയടാ നീയടാ ഹയ്യടാ ഹയ്യടാ അമ്മച്ചിമാരെ ചുമ്മാ നിൽക്കാതെ അമ്പലത്തിൽ കൊണ്ടുവിടാം തൊഴുതു വന്നാട്ടെ ഗർഭിണിമാരെ ഞങ്ങാ മോങ്ങാതെ ആസ്പത്രിയിൽ കൊണ്ടുവിടാം ഇട്ടോ പൊട്ടാതെ ബസ്സിൽ തൂങ്ങാൻ ബസ്സുണ്ടോ ചേട്ടാ കാശും വേണ്ട ഓസും വേണ്ട വക്കീലണ്ണ വക്കാലത്തുണ്ടോ കേസും വേണ്ട ഫീസും വേണ്ട ദമ്മട്ടിക്കളം മോനെ പന്തളത്തിന് വേണ്ട ഈ പട്ടണത്തിൽ പാഞ്ഞു വരും കട്ടബൊമ്മൻ കൈഞ്ഞൊടിച്ച കാറ്റടിക്കും പിന്നെ സുനാമി കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലന്നോട്ടോ ഇത് കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലന്നോട്ടോ ഇത് മൂന്നുചക്ര വണ്ടി ഇത് മുച്ചെടുക്കും വണ്ടി ഇത് മുരുട്ടുകാല വണ്ടികളെ ദുരുതിയോടും വണ്ടി ഇത് പറവറകള വണ്ടി ഇത് പാവകളെ വണ്ടി ഇത് കുറുകുറുമ്പന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് കയ്യെ തട്ടി കൂപ്പിട്ടാൽ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറക്കും നീയടാ നീയടാ ഹയ്യടാ ഹയ്യടാ നീയടാ നീയടാ ഹയ്യടാ ഹയ്യടാ റിഹാൻ എന്തോ അടിപൊളി ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ലിറ്ററലി ഞാൻ ഡാൻസേഴ്സ് അടിപൊളിയായിരുന്നു എല്ലാവരും. അവർക്ക് വലിയൊരു കൈ. ഷിനി സാർ ലിറ്ററലി എൻജോയ് ചെയ്യായിരുന്നു പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച്. എനിക്ക് ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു സർ. എനിക്ക് അയാളുടെ ഒരു എനർജി അയാളുടെ ഒരു ഫ്യൂച്ചർ ഒരു ഹീറോ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നത്. ഭയങ്കര ഡാൻസറാണ്. ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് അയ്യോ എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ പാട്ട്. നമ്മൾ ഈ പാട്ടിൽ അയാളെ കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ്മെന്റ് കാണിച്ചു പോകും നമ്മൾ. ഹീസ് സോ ഗുഡ്, ഹീസ് സോ ചാമിങ്. അയാൾ ഡെഫിനറ്റ്ലി അയാൾക്ക് ഹീസ് ഗോൺ ഒരുപാട് ഫാൻ ഫോളോയിങ്, ഗേൾ ഫാൻ ഫോളോയിങ് എസ്പെഷ്യലി ഒരുപാട് കാണാൻ അയാൾക്ക് ഡെഫിനറ്റ്ലി ഇൻ ഫ്യൂച്ചർ. ഇല്ലെന്ന് ഇപ്പൊ ഇല്ലേ? അതാ സങ്കടമാണല്ലേ. കുഴപ്പമില്ല, അത് ചുമ്മാ അത് വെറുതെ. ബട്ട് യു വാസ് സോ ഗുഡ്. താങ്ക് യു സർ. സിംഗിങ് വാസ് ഗുഡ്. ഈ പാട്ടിലുള്ള എനർജി ഉണ്ടായിരുന്നു, നല്ല ത്രോ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അഫ്കോഴ്സ് നോട്ട്സ് അവിടെ ഇവിടെ ഒക്കെ പോയി. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ ഫോർ എ പെർഫോമൻസ്. ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ അത് ഓക്കെയാണ്. കോമ്പറ്റീഷൻ വരുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്യും. സോ ബട്ട് ദാറ്റ്സ് ഓക്കെ. ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. നമ്മൾ ഈ പെർഫോം ചെയ്യുമ്പോൾ യു ഹാവ് ടു അടിച്ച് പൊളിക്കണം. ആൻഡ് ദാറ്റ്സ് വാട്ട് യു ഡിഡ്. ഐ ലവ് ഇറ്റ്. എനിക്ക് വലിയ ഇഷ്ടമായി. സിംഗിങ്ങും നന്നായിരുന്നു, മോശമായിട്ടില്ല, ഒരിക്കലും മോശമായിട്ടില്ല, നന്നായിരുന്നു. ബട്ട് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാമായിരുന്നു. അത് സ്റ്റുഡിയോയിൽ പാടിയാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. സ്റ്റേജിൽ വരുമ്പോൾ ഇഫ് യു ആർ പെർഫെക്റ്റ് ഇൻ ദിസ് സോങ് ദെൻ യു മെയ്ഡ് ഇറ്റ്. നിങ്ങൾ ഒരു വലിയ സിംഗറാവും. അതുകൊണ്ട് പെർഫെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. യു വെരി യങ് അല്ല, ഇനി എത്ര കാലമുണ്ട്. സോ കീപ് പ്രാക്ടീസിങ്. യു ആർ സോ ഗുഡ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരാളാണ്. ഡെഫിനറ്റ്ലി ഒരു സ്റ്റാർ മെറ്റീരിയലാണ് നിങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സാർ. ശരത് സാർ. റിഹാൻ, എന്തോ സർ? മോനെ നല്ല ഓളമുള്ള ഒരു പാട്ടാണ്, നല്ലൊരു ഗുമ്മുള്ള പാട്ടാണ്. മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് ഈ ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മൾ അത് കുറച്ചും കൂടെ ഹൈറ്റ് ചെയ്യേണ്ട നോട്ട്സൊക്കെ ഹിറ്റ് ചെയ്ത്
കുറച്ച് ലൂസ് ആവാണ്ട് എപ്പോഴും നല്ല ആ ടൈറ്റായിട്ട് പിടിച്ചോണം. ഗ്രിപ്പ് നമ്മൾ പറയത്തില്ല, ആ ഒരു ഗ്രിപ്പ് എപ്പോഴും വേണം. മോനി എന്താണ് മുകളിൽ ശബ്ദത്തിന് എന്തെങ്കിലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടോ? പറഞ്ഞു. സ്ട്രെയിൻ ഉണ്ട്. അതാ ഞാൻ എഴുതിയേക്കുന്നത്, അതാ സ്ട്രെയിൻ. ആ ലൂപ്പ് ദേഗതാകി അത് കഴിഞ്ഞിട്ട് ട്യൂൺ തുടങ്ങത്തില്ലേ, അത് കഴിഞ്ഞ് ഈ മേളിലോട്ട് പോകുന്ന പോർഷനൊക്കെ മോന് ശബ്ദ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു കൺട്രോൾ ഇല്ലായ്മ ഉണ്ടായിരുന്നു കേട്ടോ. മോനത് പറഞ്ഞത് കയ്യെത്തട്ടി അവിടെ മേളിലോട്ട് പോകുന്നില്ലേ, പിന്നെ അതെല്ലാം അത് മോന് കൺട്രോൾ ഇല്ലാതായി പോകുന്നത്. മോന് ആ റേഞ്ച് പ്രോബ്ലം, മോന് അവിടെ ശബ്ദം ഒരു കറക്റ്റായിട്ട് പിടിയെ നിൽക്കുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് അനുപല്ലവി ഇപ്പം നമ്മൾ തുടങ്ങുന്ന പോർഷൻ ഈ ലയം എന്ന് പറയും. ലയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്മൾ പാടുന്ന എല്ലാ സംഭവങ്ങളും ആ ഒരു ഘട്ടത്തിനകത്ത് തന്നെ നിൽക്കണം. കുറച്ച് ലൂസായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആവരുത്. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രിപ്പായിട്ടുള്ള ഒരു പാട്ട്. മോൻ ആ ആദ്യത്തെ ഒരു 4 ലൈൻ അനുപല്ലവി ഒന്ന് പാടാമോ കൃത്യമായിട്ട് താളത്തിന് പക്കായിട്ട്? റൗഡികൾക്കെല്ലാം ഭീഷണിയാണേ, റോഡുകളിൽ പാതിരയിൽ പൗർണമിയാണേ, പ്രശ്നമുണ്ടായാൽ ഭീകരനാണേ, കൊച്ചി രാജ ഒച്ചയിട്ടാൽ അച്ചട്ടതാണേ, മീറ്റർ വേണ്ട മിന്നായം വേണ്ട, പിസിമാരെ ഫ്യൂസൂരല്ലേ, പെട്രോൾ ബങ്കിൽ ക്യൂ നിൽക്കാറില്ല, ഊകിപ്പായും പുഷ്പെല്ലാണേ, ഈ ബ്രേക്ക് പൊട്ടിയ നാട്ടിൽ വെല്ലടിഞ്ഞൊരു ലൈഫിൽ ഈ പട്ടണത്തിൽ മതി മക്കളെ മതി, താങ്ക് യു. ഇപ്പം ആ ലയത്തിനകത്ത് തന്നെ ഉണ്ട്. മറ്റേത് കുറച്ച് ചതഞ്ഞരഞ്ഞിരുന്നു ആദ്യം 4 ലൈൻ. ആ മോൻ നോക്കണം എപ്പോഴും പാടുമ്പോഴും നമ്മൾ ആ ലയം വിട്ട് പോവുകയോ ചെയ്യരുത്. എപ്പോഴും അത് ഈ സാധനം നമ്മുടെ ബോഡിയിലുണ്ടായിരിക്കും. മൈക്കിൾ ജാക്സൺ സാറിൻ്റെ ഒക്കെ റെക്കോർഡിങ് മക്കൾ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? അപ്പം അതൊക്കെ കേൾക്കണം കേട്ടോ. ആ സിങ്കപ്പേഷൻ അദ്ദേഹം പാടുന്നത് ഒരു ട്രിക്കി ഫ്രേസൊക്കെ കൂളായിട്ട് വന്ന് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എങ്കിലും. അപ്പം മക്കൾ അതൊക്കെ നോക്കുക, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ നല്ല ഈ മുകളിലുള്ള മാത്രമായിരുന്നു. കാരണം അതാണ് അതിൻ്റെ ഒരു ഹുക്ക് ലൈൻ മേളിലാണ് താൻ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എന്തൊക്കെയായാലും അതിൻ്റെ ഓളമുള്ള ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് മക്കളെ ഇതൊക്കെ ശരിയാവട്ടെ. ഇപ്പം അണ്ണാച്ചി പറഞ്ഞ പോലെ നീ കാണാൻ സുന്ദരനാണ്. അപ്പം എന്തൊക്കെയാലും അടിച്ച് പൊളിക്കട്ടെ. എന്താ തൊണ്ട അടപ്പാണോ അതോ ഇപ്പം ഇങ്ങനെ സംഭവിച്ചതാണോ? അല്ല സർ, ചെറിയൊരു അടപ്പുണ്ട്. അടപ്പുണ്ട്. ഓക്കെ, അടപ്പൊക്കെ നമുക്ക് തെറിപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. റിഹാൻ, എന്തോ നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു സർ. ഞാനും ഈ കയ്യെ തട്ടി കൂപ്പിട്ടാൽ നിൽക്കും ആ ഹൈ പോർഷൻസ് എല്ലായിടത്തും അവിടെ. അതുപോലെ കൊട്ടാരം ഞെട്ടും ഓട്ടോ ചെയ്ത് ഞാൻ ഞെട്ടി നീ അത് പാടിയപ്പോൾ. കൊട്ടാരം വിറച്ചു. ആ ഹൈ പോകുന്നിടത്ത് ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്തു റിഹാൻ. പിന്നെ അടപ്പുണ്ടെന്നുള്ളത് തോന്നി, കാരണം റിഹാൻ സാധാരണ ഇങ്ങനല്ല പെർഫോം ചെയ്യുന്നത്. റിഹാൻ അടിപൊളിയായിട്ട് പാടുന്ന ആളാണ്. എന്ത് ഡാൻസ് ഉണ്ടെങ്കിലും ഡാൻസിൻ്റെ ഇടയിലും ബ്രത്തൊന്നും പോവാതെ, പിന്നെ ഇപ്പോൾ ബി ജിയിലൊക്കെ ഡാൻസ് ഉണ്ടെങ്കിൽ അത് ഡാൻസ് കഴിഞ്ഞിട്ടും കൃത്യമായിട്ട് പാടുന്ന ഒരാളാണ് റിഹാൻ. അപ്പോൾ അതുകൊണ്ട് ഒച്ചയടപ്പ് കാരണമായിരിക്കാം ഇത് സംഭവിച്ചത്. അപ്പം അതേ ഉള്ളൂ മോനെ, ആ ഹൈസിലുള്ള ആ ഒരു സ്ട്രെയിൻ. പിന്നെ നമ്മുടെ ഇത് അനുപല്ലവിയിലെ താളം അത് ഒന്ന് ലോക്കിൽ വീഴണമായിരുന്നു. പ്രത്യേകിച്ച് ഇതിങ്ങനെ ഒരു റിതം ഓറിയൻറ്റഡ് കമ്പോസിഷനാണിത്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ടക്കട്ട അന്ന് നിൽക്കണം ഓരോ വാക്കും. പിന്നെ പാടിയതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കേട്ടു കേട്ടോ. അതൊക്കെ വോക്കൽ ക്ലാരിറ്റി അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂടാ. നെക്സ്റ്റ് ടൈം ഈ അടപ്പൊക്കെ തെറിപ്പിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാനിക. റിഹാൻ, പാട്ട് പാടുന്നോണ്ട് നിനക്ക് ഡാൻസ് അങ്ങോട്ട് ഭയങ്കര ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ഭയങ്കരമായിട്ട് നമുക്കൊന്ന് ചെയ്താലോ? ചെറുതായിട്ട്. ശ്രീതേട്ടാ, ശരത് സാർ, നമുക്ക് കാണാം റിഹാന്റെ ഡാൻസ്. പിന്നെ റെഡി? ഞങ്ങൾ റെഡി. റെഡി റെഡി. തകർക്ക് പോനെ, തകർക്ക്. കളിക്കണം. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് അറിയാം. റിഹാൻ എന്തോ 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ. മക്കളെ എന്തോ 8. താങ്ക് യു സർ. 8. ഓക്കെ, 8 ഇട്ടു. ഓക്കെ, അപ്പൊ ടോട്ടൽ 16 മാർക്സ് ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് അറിയാം. ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു.